ഹലോ എവരിവൺ, നമ്മൾ മറ്റൊരു ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ദ വാല്യൂ ഓഫ് എക്സ് ഈഫ് 5 raised to 2x - 1 ഈസ് ഈക്വൽ ടു 25 raised to x - 1 പ്ലസ് 100 ഈസ് എന്നുള്ളതാണ്. ഇത് പ്യുവർലി എക്സ്പോണൻസിൻ്റെ റൂൾ അറിയുന്നവർക്ക്, നമ്മുടെ ബേസിക് മാത്ത് കോഴ്സിൽ ഓൾറെഡി എക്സ്പോണൻസിൻ്റെ കംപ്ലീറ്റ് റൂളുകളും കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ ടീമിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് ആ ക്ലാസ്സുകൾ കാണുക. അത് അറിയുമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ, സിമ്പിൾ, വെരി സിമ്പിൾ. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഇവിടെ ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ തന്നുള്ള ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. 5 raised to 2x - 1 ഈക്വൽ ടു 25 raised to x - 1 പ്ലസ് 100 ഇങ്ങനെയാണല്ലോ. ഓക്കെ, സോ ഞാൻ ഈ 5 raised to 2x - 1 അവിടെ നിർത്തി. ഈ 25 raised to x - 1 ലെഫ്റ്റിലോട്ട് കൊടുത്താൽ -25 raised to x - 1 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 100. ഓക്കെ അല്ലേ? ഇനി ഈ 5 raised to 2x - 1 ഒന്നും കൂടി അതുപോലെ തന്നെ എഴുതി. -25 എന്ന് പറഞ്ഞാൽ 5² അല്ലേ? അപ്പോൾ ഞാൻ 25ന് പകരം 5² എഴുതി. അപ്പോൾ 25 raised to x - 1 എന്തായിട്ട് മാറി? 5² raised to x - 1 ആയിട്ട് മാറി. ദാറ്റ്സ് ഈക്വൽ ടു 100 ആണ്. സോ 5 raised to 2x - 1 മൈനസ്, നിങ്ങൾക്കറിയാം a⁻m all raised to n is equal to, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബേസിക് മാത്തിലും നമ്മുടെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. a⁻m all raised to n is equal to a⁻mn ആണ്. അപ്പോൾ ഇവിടെ 5² all raised to x - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 raised to 2 into x - 1 ആണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു 100 ആണ്. സോ 5 raised to 2x - 1 മൈനസ് 5 raised to 2 into x 2x 2 into -1 -2 ദാറ്റ്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. വേറല്ലേ, നമ്മുടെ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്കറിയാം 5 raised to 2x - 1 എന്നുള്ള ആളെ എനിക്ക് ഇങ്ങനെ എഴുതാം. 5 raised to 2x/5 raised to 1 എഴുതാം. കാരണം എന്താ, നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട്. a⁻m/a⁻n എന്ന് പറയുന്ന ആളാണ് a⁻m - n ആയിട്ട് മാറുക. അപ്പോൾ ഇവിടെ എന്താണ്, 5 raised to 2x - 1 ആണ്. ആ -1 എന്ന് പറയുന്ന ആളെയാണ് ഞാൻ താഴോട്ട് 5 raised to 1 ആക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയത് a⁻m എന്ന് പറയുന്ന ആൾ 2x ആണ്, n എന്ന് പറയുന്ന ആൾ 1 ആണ്. സോ 5 raised to m - എന്ന് പറയുമ്പോൾ 5 raised to 2x - 1 എന്നാവൂലേ? സോ അടുത്തത് മൈനസ് 5 raised to 2x - 2. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? 5 raised to 2x/5² എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. സോ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഇനി പല രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. പല രീതിയിൽ ഈ ക്വസ്റ്റ്യന് ചെയ്യാം. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടെങ്കിൽ ചെയ്യാം, LCM എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നോ പ്രോബ്ലം. എനിവേ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഒരു 5² LCM ആക്കി എടുക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ ഇവിടെയും 5² ആക്കാൻ ഇവിടെ ഒരു 5ഉം ഇവിടെ ഒരു 5ഉം വെച്ച് ഞാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ എന്തായിട്ട് മാറും, ഇവിടെ 5 raised to 2x into 5 എന്ന് പറഞ്ഞാൽ 5 raised to 2x+1 5 ആയിട്ട് മാറി. മൈനസ് ഇവിടെ 5 raised to 2x/5² ആയിട്ട് മാറി. ഇസ് ഈക്വൽ ടു 100. ഓക്കെ, അപ്പോൾ 5² എനിക്ക് കോമൺ ഡിനോമിനേറ്റർ ആക്കി എടുക്കാം. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ പുറകിലായി പോയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഇനി എഴുതുകയാണെങ്കിൽ ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. യെസ്, അപ്പോൾ 5² എന്ന് പറയുന്ന ആളെ എനിക്ക് എന്ത് ചെയ്യാം, 5² എന്ന് പറയുന്ന ആളെ കോമൺ ആക്കി എടുക്കാം. ഒരാൾ 5 raised to 2x+1 ആണ്, മറ്റാൾ 5 raised to 2x ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. സോ ഇവിടെ ഈ 5² അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു പേജിൽ എഴുതാം ഈ ഒരു എക്സ്പ്രഷൻ. 5 raised to 2x+1 മൈനസ് 5 raised to 2x/5² ഈക്വൽ ടു 100. ഇതാണല്ലോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പോർഷനിലാണ് എത്തിയിട്ടുള്ളത്. ഈ 5² ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ 5 raised to 2x+1 മൈനസ് 5 raised to 2x ഈക്വൽ ടു 100 into 5² എന്ന് വരും. 100 into 5². ഈ 5 raised to 2x+1 എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5 raised to 2x into 1 5 raised to 2x into 5 ആണ് 5 raised to2x+1 ആയത്. അപ്പോൾ ഇവിടെയും 5 raised to 2x ഉണ്ട് കോമൺ. ഞാൻ അയാളെ കോമൺ ആക്കി എടുത്തു. ഇവിടുന്ന് 5 raised to 2x പോയാൽ ഒരു 5 മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം 5 raised to 2x into 5 ആണ് നമ്മൾ 5 raised to2x+1 ആക്കിയത്. അങ്ങനെ ആക്കണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ആ ഒരു ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ആക്കിയതായിരുന്നു. ഓക്കെ, മൈനസ് ഇതിൽ നിന്ന് 5 raised to 2x കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു 100 into 5² ആയിട്ട് മാറും. സോ 5 raised to 2x into 5 - 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഈക്വൽ ടു 100 into 5² ആയിട്ട് മാറി. സോ 5 raised to 2x is equal to 4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 100 into 5² ഡിവൈഡ് ബൈ 4 എന്ന് വരും. സോ 100/4 25 ആണ്. സോ 5 raised to 2x is equal to 25 എന്ന് പറഞ്ഞാൽ 5² ആണ്. 5² into 5² എന്ന് വരും. അഥവാ 5 raised to 2x is equal to 5² into 5², 5 raised to 2 + 2 അഥവാ 5 raised to 4. 5 raised to 2x ഉം 5 raised to 4ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 2x ഉം ഈ 4ഉം ഈക്വൽ ആവണം. 2x is equal to 4 ആയിരിക്കണം. Therefore x is equal to എന്തായിരിക്കും, 4/2 അഥവാ 2 ആയിരിക്കും.
ക്ലിയർ അല്ലേ? ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്റ്റെപ്പുകൾ കുറച്ച് സ്പീഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ ബേസിക് മാത്തിൽ എക്സ്പോണൻസ് റൂളിലും അതുപോലെ നമ്മുടെ 9th ഫൗണ്ടേഷനിലൊക്കെ എക്സ്പോണൻസ് റൂൾസ് പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വിക്കായിട്ട് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. സംഭവം ഇത്രയേ ഉള്ളൂ. 5^2x - 1ഉം 25^x - 1ഉം 100 ഉണ്ട്. ഈ ടേമിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ മൈനസ് ആയിട്ട് മാറും അയാൾ. ഈ 25 എന്നുള്ള പറയുന്ന ആൾ ഞാൻ 5² ആക്കി മാറ്റി. എന്നിട്ട് ഇതേ എക്സ്പോണന്റ് തന്നെ എന്ത് ചെയ്തു ഇതിനിട്ട് കൊടുത്തു. അപ്പോൾ 5² all raised to x - 1 വന്നു. അപ്പോൾ എനിക്ക് ഈ 2 എക്സ്പോണന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × x - 1 എന്നാക്കാം. എന്ന് വെച്ചാൽ 5^2x - 2 എന്നാവും. അല്ലേ? 5^2x - 2. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ 2x - 1 എന്ന് പറയുന്ന ഈ ഒരു എക്സ്പോണന്റ് ഉണ്ട് അവിടെ. അപ്പോൾ അതിനെ 5^2x/5 എന്നുള്ള രീതിയിലാക്കി. 5^2x - 2നെ 5^2x/5² എന്നുള്ള രീതിയിലാക്കി മാറ്റി. ഇനി ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ രണ്ട് സ്ഥലത്തും ഡിനോമിനേറ്റർ 5² ഇവിടെ 5^2x + 1 ആയി. ആ ഡിനോമിനേറ്ററെ കോമൺ ആയിട്ട് ഒറ്റ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്തു വെച്ചാൽ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഇൻറ്റു ആയി മാറി. ഇനിയോ ഇതിൽ നിന്ന് ഈ ടേമിൽ നിന്നും 5^2xനെ കോമൺ എടുത്തു. ഇവിടെ 5^2x ഉണ്ട്, ഒരു 5^1 ഉണ്ട്. ആ 5^1 അഥവാ 5 ബാക്കിയാവും ഇവിടെ. ഇവിടെ 5^2x കംപ്ലീറ്റ് പോകുമ്പോൾ ആ 1 മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഈ മൈനസ് ഇവിടെ ഇട്ട് കൊടുത്തു. സോ ഇവിടെ 5 - 1 4 വരും. ഈ 4നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഡിവിഷൻ വരും. 5^2x = 25 × 5² എന്ന് വരും. 25 എന്ന് പറഞ്ഞാൽ 5² ആണ്. അപ്പോൾ ഈ 25നെ 5² ആക്കി ഈ 5² അതുപോലെ ഇട്ട് കൊടുത്തു. 5² × 5² എന്ന് പറഞ്ഞാൽ 5^4 ആണ്. സോ 5^2x = 5^4 കിട്ടും. സോ 2x = 4 കിട്ടും. 2x = 4 ആണെന്നുണ്ടെങ്കിൽ x = 4/2 ദാറ്റ്സ് = 2 കിട്ടും. സിമ്പിൾ അല്ലേ? സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി 2 എന്നുള്ളതായിരിക്കും. ക്ലിയർ അല്ലേ? നിങ്ങൾ ഒന്നും കൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഐഡിയ കിട്ടും. ഓക്കെ. സോ ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.